നിവി നിവു എന്ന ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിവാഹം നടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കടബാധ്യതകളും അസുഖങ്ങളും കൂടുതലാണ്. അത് മാറാനും എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കടബാധ്യത മാറാനായിട്ട് വിവിധോദം കൃഷ്ണനാട്ടം കളിയാണ് ഗുരുവായൂരമ്പലത്തിൽ ഷീട്ടാക്കേണ്ടത്. അതേപോലെ തന്നെ വിവാഹം നടക്കാനായിട്ട് സ്വയംവരം കൃഷ്ണനാട്ടം കളിയാണ് ഗുരുവായൂരമ്പലത്തിൽ ഷീട്ടാക്കേണ്ടത്. അസുഖങ്ങൾ മാറാൻ കാളിയമർദ്ദനം കൃഷ്ണനാട്ടം കളിയാണ് ഷീട്ടാക്കേണ്ടത്. ഇത് ഓരോന്നിനും 3000 രൂപയാണ് കേട്ടോ. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിപാടുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട്, സ്നേഹിക്കുന്ന വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ വിവാഹം മംഗളകരമായി നടക്കാനായിട്ട് വെറ്റിലടയ്ക്ക എന്ന ഒരു നിവേദ്യം ഉണ്ട് ഗുരുവായൂരപ്പന്. എല്ലാ ദിവസവും രാത്രി അത്താഴ പൂജയ്ക്കാണ് വെറ്റിലടയ്ക്ക നിവേദിക്കുക. ഇത് ഒരു ദിവസത്തിന് 2 രൂപയാണ്. മിനിമം 15 ദിവസത്തേക്ക് എങ്കിലും ഷീട്ടാക്കണം എന്നാണ് ഇതിന്റെ നിയമം. അപ്പോൾ 41 ദിവസത്തിനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ദിവസത്തിന് ഇത് ഷീട്ടാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ രാധാകൃഷ്ണ അഷ്ടകം ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. രാധാദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കടബാധ്യതകൾ മാറാനായിട്ട് ഗുരുവായൂരപ്പന് അവിൽ നിവേദ്യം ഷീട്ടാക്കുന്നത് വളരെ നല്ലതാണ്. 25 രൂപയാണ് അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ വേണ്ടത്. അത്താഴ പൂജയ്ക്കാണ് അവിൽ നിവേദ്യം ഗുരുവായൂരപ്പന് ഉള്ളത് കേട്ടോ. അടുത്തതായിട്ട് അസുഖങ്ങൾ മാറാനാണ് ചോദിച്ചിരിക്കുന്നത്. അസുഖങ്ങൾ മാറാൻ നാരായണീയം കൊണ്ട് ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്നത് അത്യുത്തമമാണ് എന്നാണ് പറയാറുള്ളത്.